എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഗുരുവായൂരിന്ന് ഒരു കല്യാണത്തിന് വന്നതാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കല്യാണം. അപ്പോൾ നമ്മൾ ആദ്യം ഗുരുവായൂർ അമ്പലത്തിലൊന്ന് കയറി ഭഗവാനെയൊക്കെ കണ്ട് ഒന്ന് തൊഴുതിട്ടാണ് പോയത്. അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നു, നല്ല ക്യൂ ആയിരുന്നു. പക്ഷെ നമുക്ക് പുറത്തു നിന്ന് നന്നായി തൊഴാൻ സാധിച്ചു. എൻ്റെ കൂടെയുള്ളത് അച്ഛൻ, പിന്നെ എൻ്റെ മക്കളാണ്. ഹസ്ബൻഡാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഒന്ന് നിന്നു, കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ ഒന്ന് എടുത്തു. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അത് നിന്ന് കണ്ട് ആസ്വദിച്ചു. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും നല്ല ഭംഗിയിൽ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ തന്നെയാണ് പൂന്താനം ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ വധുവിൻ്റെയും വരൻ്റെയും ഫോട്ടോയൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റോസാപ്പൂക്കളാണ് കേട്ടോ അവിടെ താഴെ ആ പാത്രത്തിലിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ സത്രം സർപ്പക്കാവ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സർപ്പക്കാവ് കാണുന്നത്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സ്മാരകമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കണം. ഇവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം ഏതാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ ഈ കാണുന്നത് ചുമർ ചിത്രമാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചെറിയൊരു ഹിസ്റ്ററിയാണ് ഈ ചുമർ ചിത്രത്തിലുള്ളത്. അങ്ങനെ നമ്മൾ പതുക്കെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി. വലിയ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ വലിയ ഓഡിറ്റോറിയം തന്നെയായിരുന്നു ഇത്. പിന്നെ അവിടെ ചെന്നു. അപ്പോൾ മേമയുടെ ആങ്ങളയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ മേമ അങ്ങനെ പതുക്കെ നമ്മളെ എല്ലാവരും അടുത്തും കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അപ്പം നമുക്കറിയണ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു മേമയുടെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. കല്യാണം രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നേരത്തെ താലികെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അവർ മാല ഇടുകയാണ്. താമരമാലയാണ് കേട്ടോ അവർ പരസ്പരം ഇട്ടത്. നല്ല ഭംഗിയുള്ള മാലയാണ്. പക്ഷേ എനിക്ക് തുളസി മാലയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് മാലയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവർ ബൊക്കെയൊക്കെ കൊടുത്ത് ബൊക്കകളൊക്കെ പരസ്പരം കൈമാറുന്നുണ്ട്. അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ആങ്ങള വരന് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് അറിയാലോ, വീഡിയോയും ഫോട്ടോഷൂട്ടും ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ കൂടുതലും ഉണ്ടാവുക. പിന്നെ അതൊക്കെ അങ്ങനെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ചെക്കന് ഇതാണ് വരനും വധുവും. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് പാപ്പൻ്റെ മകളാണ്, ഹസ്ബൻഡിൻ്റെ പാപ്പൻ്റെ മകളാണ്. അപ്പോൾ അവളെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചു. കുട്ടികൾ ഈ ഓഡിറ്റോറിയത്തിൽ കിടന്ന് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇരിക്കുന്നത്, നടുവിലിരിക്കുന്നതാണ് അച്ഛൻ, അപ്പുറത്തിരിക്കുന്നത് അച്ഛൻ്റെ അനിയനാണ് പാപ്പൻ. പാപ്പൻ്റെ ഭാര്യേനെയാണ് ആദ്യം നേരത്തെ കണ്ടത്. ഇതാണ് ഇപ്പോൾ ഞാൻ വർത്താനം പറയുന്നതാണ് അവരുടെ മകള്. അങ്ങനെ പിന്നെ അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ കുറച്ച് വലിയ കണ്ടില്ലേ ഓഡിറ്റോറിയം, എന്ത് വലിയ ഓഡിറ്റോറിയം. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു. ഈ ഉറങ്ങുന്നത് നേരത്തെ കണ്ട കുട്ടിയുടെ ഹസ്ബൻഡും കുഞ്ഞുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കല്യാണത്തിന് വന്ന് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു സംഭവമാണല്ലോ അത്. നല്ല സദ്യയായിരുന്നു. പാലടയും പരിപ്പ് പായസവും കൂട്ടി നല്ലൊരു സദ്യ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയത്തിൽ ഇവിടുത്തെ ഫോട്ടോ എടുക്കുന്ന തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളൊന്ന് കയറി ഫോട്ടോയൊക്കെ എടുത്തു. എൻ്റെ രണ്ടാമത്തെ മോളോട് വരൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൾ തിരിച്ചും എന്തോ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ചെറിയ ആൾ ഭയങ്കര വാശിയിൽ തന്നെയായിരുന്നു. സാധാരണത്തെ പോലെ ഇന്നും വാശിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവളുടെ വാശിയൊക്കെ മാറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ കൈ ചൂണ്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവർ പോയി. നമ്മളും അവിടുന്ന് പതുക്കെ ഇറങ്ങി ചെറിയൊരു ഷോപ്പിലൊക്കെ കയറി. അങ്ങനെ നമ്മളും പതുക്കെ വീട്ടിലോട്ട്